ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറോട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈൽ ബേസ്ഡ് ആയിട്ട് റീഡിംഗ് ആണ്. ഞാനൊരു 2 പൈൽ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, 2 ക്രിസ്റ്റൽസ് ആണ് വെച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏത് ക്രിസ്റ്റലിനോടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് തോന്നുന്നത് ആ ഒരു ക്രിസ്റ്റൽ നിങ്ങൾ ചൂസ് ചെയ്യും. അതേപോലെ ഡിസ്ക്ലൈമറായിട്ട് പറയാനുള്ളത്, ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ പറയുന്ന ക്ലൂസ് ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതായിരിക്കത്തില്ല. അതേപോലെ തന്നെ ഈ റീഡിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ പൈൽ ബേസ് റീഡിംഗ് കണ്ട് നോക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഏത് റെസണേറ്റ് ആവുന്നോ ആ റീഡിംഗ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ ബേസ് റീഡിംഗ് ആണ്. നമ്മൾ ഈ എനർജിയിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ തോട്ട്സ് എന്തൊക്കെയാണ്, അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, കറൻറ്റ് നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്ക്സ് എന്തൊക്കെയാണ്, അതേപോലെ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ കറൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ഔട്ട്കംസ് ആണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ റീഡിങ്ങിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാർഡ്സ് എടുത്തൊരു റീഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ പാസ്റ്റ് എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടായിട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു പൂർവ്വ ബന്ധമായിരിക്കും. അതേ പൂർവ്വജന്മത്തിൽ കഴിഞ്ഞ പാസ്റ്റ് ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഒരു പൂർവ്വജന്മ ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പലപ്പോഴും വന്നിട്ടുണ്ടായിരിക്കാം. അതേപോലെ നിങ്ങൾ പലരും തമ്മിൽ കുട്ടിക്കാലം മുതലേ, അതേ ചൈൽഡ്ഹുഡ് മുതലേ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ പണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടുമുട്ടിയവരാണെങ്കിൽ പോലും പണ്ട് എപ്പോഴോ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളവരെ പോലെയോ, അല്ലെങ്കിൽ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾ തമ്മിൽ പരിചയമുള്ള വ്യക്തികളും ആയിരിക്കാം. നിങ്ങളിൽ നിന്നുള്ള സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ അമ്മ എങ്ങനെയാണോ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതായത് ഇവിടെ മെയിൻലി നമ്മൾ ജെൻഡർ ബേസ്ഡ് റീഡിങ് ചെയ്യാറില്ല, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു മെയിൽ ബേസ്ഡ് എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് പുരുഷന്മാർക്ക്, ആണുങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ അമ്മ അവരെത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രയും ആഴത്തിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു. അതേപോലെ അത്രയും ആഴത്തിൽ നിങ്ങൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നു. അവർ ഓരോ പ്രശ്നങ്ങളായിരുന്ന സമയത്തായാലും അവർക്ക് എപ്പോഴൊക്കെ നിങ്ങൾ ആവശ്യം വന്നിരുന്നോ, അതായത് അവർക്ക് പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും എല്ലാ കാര്യങ്ങൾക്കും അവർ അമ്മ എങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നോ അത്രയും ആഴത്തിൽ നിങ്ങൾ അവരുടെ കൂടെ പാസ്റ്റ് എനർജിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഫീൽ ചെയ്തിരുന്നത്. നിങ്ങൾ തമ്മിലൊരു എനർജി നോക്കുന്ന സമയത്തും ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലുണ്ടായിരുന്നതും. നിങ്ങൾ തമ്മിൽ മ്യൂച്വലായിട്ടൊരു അട്രാക്ഷൻ, അതൊരു ആകർഷണം എപ്പോഴും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയപ്പോഴായാലും അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസിലിരിക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെലിപ്പതിക് കണക്ഷൻ പോലെ, അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഓക്കെ അല്ല വ്യക്തി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ നിങ്ങൾ തമ്മിലൊരു അട്രാക്ഷൻ, എപ്പോഴും ഒരു ആകർഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും അകന്നിരിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്കും ഡീപ്പായിട്ടൊരു ആകർഷണമാണ് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇവിടെ ആ ഒരു പ്രണയത്തേക്കാൾ കൂടുതലായിട്ട് ആ ഒരു ആകർഷണത്തിൻ്റെ എനർജി ഹൈ വൈബ്രേഷൻ ഉണ്ടായിരുന്നിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ പാസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിൽ വലിയ രീതിയിലൊരു കുലുക്കം, അതായത് തകർച്ച, എല്ലാം നശിച്ചു പോയി, ആ ഒരു രീതിയിലെല്ലാം നഷ്ടപ്പെട്ടു പോയി, ആ ഒരു അവസ്ഥ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വഴക്ക്, ഫൈറ്റ് ഉണ്ടായിരിക്കുന്ന കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ബ്രേക്കാണ് നിങ്ങളുടെ സംഭവിച്ചത്. അതായത് നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ ഒരു കാരണവശാലും ഒരിക്കൽ പോലും നിങ്ങളുടെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, നിങ്ങളുടെ പാർട്ട്ണറും ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്ക് പോകണം. ഇവിടെ പലരും സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്ന നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം. അതായത് അവർ പൂർണ്ണമായിട്ടൊരു ബ്രേക്കപ്പ് പറയുമോ, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം, ഇനി എന്നെ കോൺടാക്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു കാരണം പറഞ്ഞിട്ട് ഒരു ബന്ധം അവസാനിച്ച് പോയതായിട്ട് ഇവിടെ കാർഡ്സിൽ നിന്ന് കാണുന്നില്ല. അവർ തികച്ചും ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവരായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ യെസ് പറയണോ നോ പറയണോ എന്ത് പറയണോ എന്നറിയാൻ
ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടല്ല ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്നത്. കാരണം അതാണ് ഇപ്പോൾ ടവർ സിറ്റുവേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്രേക്കപ്പ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. ഇത് സംഭവത്തോടാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്ന, രണ്ട് ദിശയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് പോയത്, അതായത് നിങ്ങൾക്കിടെ ഈ ഒരു ബ്രേക്കപ്പ്, ഈ ഒരു അകൽച്ച സംഭവിച്ചതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ രണ്ട് വ്യക്തികളും ഒരുപാട് രീതിയിൽ പെയിൻ പോകുന്നതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ ഒരുപാട് രീതിയിലും ആഴത്തിലുള്ള വേദനയും നിങ്ങളുടെ ഹൃദയത്തിൽ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ വേദന ഉള്ളതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു എല്ലാവരുടെയും കാര്യത്തിലുള്ള കുറച്ചുകൂടെ കാര്യത്തിൽ മാത്രമാണ് തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എനർജി കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം സംഭവിച്ചത് പലർക്കിടയിൽ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സംഭവിക്കാൻ കാരണമായത് മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നുവരവോടെയാണ്. അതായത് നിങ്ങൾക്കിടയിൽ അവർ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന സമയത്തും നിങ്ങൾ പ്രണയിച്ച സമയത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒരു പ്രണയം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ അറിയാമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഏതായിട്ടാണോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഈ ഒരു നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന സമയത്തൊന്നും ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലില്ലായിരിക്കും. പക്ഷെ വളരെ സഡനായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വരികയും നിങ്ങളിൽ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അകറ്റിക്കൊണ്ട് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കറൻ്റ്ലി ഉള്ള എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യണം എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നതാണെന്ന് കാണുന്നത്. അതായത് ഇപ്പോൾ അവർക്ക് ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പുറമെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതായത് കറൻ്റ്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടോ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു റൈറ്റായിട്ട് ടൈം ആയിട്ടില്ല. അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചെന്ന റോങ് ടൈമിലാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റോങ് ടൈമിലാണ് നിങ്ങൾ ആ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്യും, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമായതും. ഒരിക്കലും റൈറ്റായിട്ടുള്ള ടൈമിലല്ല, റൈറ്റായിട്ടുള്ള പേഴ്സൺ ആയിട്ടല്ല നിങ്ങൾ ചെന്നത്. അവർ റോങ് ടൈമിൽ റോങ് പേഴ്സൺ എന്ന രീതിയിൽ അവർ ലൈഫിൽ ചെന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കിടയിൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതായിട്ടും കാണുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് റൈറ്റ് ടൈം അല്ല, ശരിയായൊരു സമയത്ത് മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കടന്നു വരത്തുള്ളൂ. ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് അവരിവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. സോ അത് ആൾ ഒരുപാട് തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ കാർഡ് പോലും റിവേഴ്സ് എനർജിയിലാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ആദ്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പിന്നീട് എനർജി നോക്കുന്ന സമയത്ത് ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ കാണാനും സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടെ ഇടയിലുള്ള ഒപ്പീനിയൻ, അതായത് നിങ്ങൾക്കിടയിൽ പല കാര്യങ്ങൾക്കും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം. അതൊക്കെ തന്നെ വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നമായിട്ട് വരുമോ? ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾക്കിടയിൽ വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമോ? അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഇപ്പം നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും പേഴ്സണായിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒപ്പീനിയൻ, നിങ്ങൾക്ക് രണ്ട് വ്യക്തിക്കും രണ്ട് തീരുമാനമായിരിക്കാം ഉള്ളത്. സോ ഈ രണ്ട് തീരുമാനം രണ്ട് ദിശയിലായിരിക്കുന്നതുകൊണ്ട് വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നവും വഴക്കും എല്ലാം ഉണ്ടാവും. ആ ഒരു കാര്യം ഓർക്കപ്പം നിങ്ങളുടെ പേഴ്സൺ പിന്മാറാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു മെയിൻ കാരണം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതായിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്ലാരിഫിക്കേഷൻ കാർഡോടെ നോക്കാം. സോ ഇവിടെ ക്ലാരിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ സംഭവിക്കണം. കാരണം ഇവിടെ നിങ്ങളുടെ ഹെഡ് ചക്രയും തോട്ട് ചക്രയും ബ്ലോക്ക് ആയിരിക്കുന്ന എനർജിയിലാണ് കാണുന്നത്. പലരും ചക്രയുടെ കാര്യം പറയുമ്പം നിസ്സാരമായിട്ട് എടുക്കാറുണ്ട്. ചക്രയല്ലേ അതിപ്പം ബാലൻസ് ആയില്ലെങ്കിൽ എന്താ. പക്ഷേ ഈ ചക്രയുടെ ഇൻബാലൻസ് ചിലപ്പോഴും ബ്ലോക്കേജ് ചിലപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് നിങ്ങൾ ചക്രയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കി നോക്കുക. ഓരോ ചക്ര എന്തെല്ലാം കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ ലൈഫിലൊരു കാര്യം നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം എന്ത് കാര്യത്തിന് പോയാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ജെന്യുവനായിട്ട് സ്നേഹം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ഒന്നും അവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന്, അതായത് നിങ്ങൾക്ക് ലൈഫിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതി നോക്കും. എന്നിട്ട് 7 ചക്രാസ് വരുന്നതിനകത്ത് ചക്രാസ് ബ്ലോക്കായി കഴിഞ്ഞാൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങളൊരു പേപ്പറിൽ എഴുതി നോക്കും. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ കണക്റ്റായിട്ട് വരുന്ന
കിടന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഈ റീഡിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കുന്നില്ല? ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കാത്തത്. അതേപോലെ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളോട് ആഴത്തിലുള്ള സ്നേഹമുണ്ടായിട്ടും അവരത് പ്രകടിപ്പിക്കുന്നില്ല, നിങ്ങളിലേക്ക് അകന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹേർട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം എന്ന് പറയുന്നത് ചക്ര ക്ലെൻസിങ് ചെയ്യുന്നതാണ്. ഇവിടെ ചക്ര ക്ലെൻസിങ്ങും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും, ഫ്രീ ആയിട്ടല്ല, പെയ്ഡ് ആയിരിക്കും. നമ്മുടെ ക്ലെൻസിങ് വരുന്നത് 7 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് വരുന്നത്. സോ ആർക്കെങ്കിലും ചക്ര ക്ലെൻസിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പേഴ്സണൽ റീഡിങ് ആഗ്രഹമുള്ളവർക്ക്, സ്പെൽ ആവശ്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജായിട്ട്, വോയിസ് മെസ്സേജായിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ എനർജിയിലേക്ക് നമുക്ക് തിരിച്ചു തരാം. സോ നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളെ അവരിപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി, നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു സ്പൈ വർക്കാണ് അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയരുത് അവരാണ് ഇതൊക്കെ നോക്കുന്നതെന്നുള്ള. മെയിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയാണ്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഡയറക്റ്റ് അറിയും എന്നത് റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളെ അറിയാൻ വേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും നിങ്ങളുടെ പേഴ്സണായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലിൽ നിങ്ങളുടെ പേഴ്സൺ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളിപ്പോൾ കറൻറ്റ്ലി എവിടെയാണ്, വർക്ക് ചെയ്യുകയാണോ, അതോ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ, അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിനകത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൈ പോലെ നിങ്ങളുടെ ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ അവർക്ക് നിങ്ങളിൽ നിന്ന് എത്ര അകന്ന് നിന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അവരെത്രയൊക്കെ അകന്ന് പോയാലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നു പറഞ്ഞാലും, നിങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അവർക്ക് അറിയാനുള്ള ആഗ്രഹം ഒരുപാട് രീതിയിൽ കൂടുതലുള്ളതായിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫ്യൂച്ചറിലേക്കുള്ള എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, ഫ്യൂച്ചറിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഫുൾഫിൽമെൻ്റ് ആയിട്ട് വരും എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കാർഡ്സ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് 2 വ്യക്തിക്കും ഹീലിംഗ് ആവശ്യമായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഹീലിങ്ങിലൂടെ കടന്നു പോയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതായത് കറൻറ്റ്ലി ഇപ്പം നിങ്ങൾ മറ്റ് റെമഡീസ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാ സൊല്യൂഷൻസും അവൈലബിൾ ആണ്. ചിലർക്ക് മെസ്സേജ് ഇട്ട് പറയാറുണ്ട്, മാം ഈ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്തോട്ടെ, എനിക്ക് റിസൾട്ട് കിട്ടുമെന്നും. ഒരിക്കലും നമുക്ക് ആ ഒരു കാര്യം ഗ്യാരണ്ടി വേണ്ടി പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം മറ്റൊരു വ്യക്തി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അതുപോലെ നിങ്ങൾക്ക് കറൻറ്റ്ലി നിങ്ങളുടെയുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ എനർജി എന്താണ്, ഇതൊന്നും നോക്കാൻ നിങ്ങൾ ഒരു റെമഡി ഫോളോ ചെയ്തിട്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ ഒരു മന്ത്രം ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ എന്തെങ്കിലും സ്വിച്ച് ഫോളോ ചെയ്യുന്നുണ്ടോന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. നിങ്ങളുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ നാളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനർജി ആദ്യം ചെക്ക് ചെയ്യും. ഈ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്വിച്ച് അല്ലെങ്കിൽ ഏത് മന്ത്രം തന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്, അത് വാങ്ങിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മനസ്സിലായോ? അതിപ്പോൾ എന്നിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അവർക്കൊരു പേയ്മെൻറ്റ് കൊടുത്ത ശേഷം മാത്രം നിങ്ങളത് റിസീവ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഏത് റെമഡി ഫോളോ ചെയ്താലും ഫ്രീ ആയിട്ട് ഒരിടത്ത് നിന്ന് കിട്ടുന്നത്, അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാർമിക്കായിട്ടൊരു ബാഗേജസ് കിട്ടാനാണ് കൂടുതൽ ചാൻസസ് ഉള്ളത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ആ ഒരു കാർമിക്കായിട്ടൊരു ബാഗേജസ് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ റെസണേറ്റ് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടുന്നൊരു റെമഡി ആയിരിക്കത്തില്ല അത്. നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾ ആ സമയത്ത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുന്നതുമില്ല. അത് ഒരുപാട് ഒരു റെമഡി ഫോളോ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്യേണ്ട കൃത്യമായിട്ട് രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യുക. പലരും ഫോളോ ചെയ്യുന്നത്
തെറ്റായ രീതിയിലാണ് പല മാനിഫെസ്റ്റേഷൻസ് ആയാലും പല മെത്തേഡ്സ് റെമഡീസ് ഒക്കെ ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. സോ നിങ്ങളത് ഞാനിവിടെ പറയുന്ന ആരുടെയും റെമഡി ഫോളോ ചെയ്യരുത്, അല്ലെങ്കിൽ ഇതൊന്നും റിസൾട്ട് കിട്ടത്തില്ല എന്നല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ നിൽക്കുന്ന തടസ്സം എന്താണ് എന്നൊരു കാര്യം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കിടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ ചക്രാസ് ബ്ലോക്ക് ആയിരിക്കുന്ന എനർജിയാണ്. ഒരു ചക്രാസ് ക്ലെൻസ് ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അതായത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നുള്ള അതിൻ്റെ കാരണങ്ങൾ 50% കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ കണ്ണിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾ റീഡിങ്ങോ മറ്റു കാര്യങ്ങളും എടുത്ത് കണ്ടെത്തിയ ശേഷം അതിനുള്ള പരിഹാരമാണ് നിങ്ങൾ തേടേണ്ടത്. അത് ഫ്രീ ആയിട്ടായാലും പെയ്ഡ് ആയിട്ടായാലും അതിനുള്ള പരിഹാരം നിങ്ങൾ നോക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ആയാലും കൊടുക്കുമ്പോഴോ അത് ഫോളോ ചെയ്താൽ നിങ്ങൾ കാർമികയുടെ ബാഗേജ് സ്വീകരിക്കാതിരിക്കാൻ നോക്കാം. ഈ കാർമികയുടെ ബാഗേജ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരുന്നത് കാർമിക് എനർജി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റീഡിങ്ങിൽ പോലും വന്നിരിക്കുന്ന പാസ്റ്റ് എനർജിയിലുള്ള വ്യക്തികളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റ് എനർജിയിലാപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിൽ കാർമിക് എനർജി ഉണ്ട്. ഈ ഒരു കാർമിക് എനർജിയുടെ ഇൻറ്റൻസിറ്റി നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള റെമഡീസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതിലൂടെ വർദ്ധിക്കുവാണ്, മനസ്സിലായും. അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എല്ലാ റെമഡീസ് ഫോളോ ചെയ്തിട്ടും ഇതുവരെ റിസൾട്ട് കിട്ടിയോ? നിങ്ങളുടെ പീരീഡ്സ് നിങ്ങളോട്ട് അടുക്കുന്നതിനേക്കാൾ അതിലും ഇരട്ടിയായിട്ട് അകന്നുകൊണ്ടിരിക്കുമല്ലേ എന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങളുടെ കണ്ടൻസും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം ഫോളോ ചെയ്യും. ഇവിടെ ഞാനായപ്പോലും എൻ്റെ അടുത്ത് വരുന്ന ഓരോ ക്ലയൻസിനും കൊടുക്കുന്ന റെമഡീസും കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്. ഞാൻ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റെമഡി ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നത്. പലർക്കും അത് അയച്ചു കൊടുക്കുമ്പോഴും നിങ്ങളുടെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് വരെ റെമഡീസ് അയച്ചു തരാറുണ്ട്, മനസ്സിലായോ? എല്ലാ വ്യക്തിക്കും കൊടുക്കുന്ന ഡിഫറെൻറ്റ് എനർജീസ് ആയിരിക്കും, റെമഡീസ് ആയിരിക്കും. പല വ്യക്തികൾക്കും പല എനർജി ആയിരിക്കും. കാരണം നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് റെമഡി യൂസ്ഫുൾ ആയിരിക്കും എന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് മാത്രമാണ്. കാരണം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ടൈമിങ്ങും കാര്യങ്ങളും അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത്. സോ അങ്ങനെ മാത്രം നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു റെമഡി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇടയിൽ ഒരു കുടുംബജീവിതം, അതായത് ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ഇടയിൽ ഫ്യൂച്ചറിൽ നടക്കാൻ വേണ്ടി ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ഒരു സൈലൻ്റ് ആയിട്ടായിരിക്കും ആ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ നടക്കപ്പം വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോകാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിപ്പം പൊയ്ക്കൊണ്ടെങ്കിൽ സൈലൻസ് ഉണ്ടല്ലോ, ഈ ഒരു സൈലൻസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇത് പ്രോപ്പറായിട്ടുള്ള ഹീലിങ്സും റെമഡീസും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. സോ ഇപ്പം നിങ്ങൾ കറൻ്റ്ലി ഒരുപാട് എനർജി നോക്കുമ്പോൾ ആൻസൈറ്റിയും ഡിപ്രഷനിലൂടെ അത് രാത്രി ഉറക്കമില്ലാതെ പോയിരിക്കുന്നു. ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തിയത് എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ വ്യക്തി ഞാൻ ആ വ്യക്തിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആ വ്യക്തിക്ക് ഒരുപാട് വേദന വന്നോ, ഇതുകൊണ്ടാണോ എനിക്ക് വ്യക്തി നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ ഒരുപാട് രീതിയിൽ ചിന്ത നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്നുണ്ടായിരിക്കാം. ഇതിനെല്ലാം തന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് ഓൾറെഡി അത് കറക്റ്റായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു സമയത്ത് അവരെ മനസ്സിലാക്കിയിരുന്നു, അതായത് ഒരുപാട് ആഴത്തിൽ നിങ്ങൾ അവരെ പാസ്റ്റിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ പോലും പ്രസൻറ്റ് എനർജിയിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്തത്. അതായത് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ ലവ് എനർജി ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ അവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയായിട്ട് ഭയങ്കര രീതിയിലൊരു ഒബ്സഷൻ, അതായത് മേ ബി ബെസ്റ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സണായിട്ട് സിറ്റുവേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട് വിത്ത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു ലവ് എനർജി അല്ലെങ്കിൽ പ്രണയമുള്ളതായിട്ട് കാണുന്നില്ല, പക്ഷേ എന്തോ രീതിയിലൊരു ബന്ധം ഈ തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ നെഗറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തൊരു റീഡിംഗ് എന്ന് പറയുന്നത്. സോ സിറ്റുവേഷൻസും കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ളതായിരിക്കും. റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ റീഡിംഗ് ആണ്, ഇത് എനിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് കരുതി നിങ്ങൾ സ്വയം അറ്റാച്ച് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് എനർജീസിന് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. പോസിറ്റീവ് എനർജി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് കൊടുത്തിരിക്കാം. ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനർജി അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് എല്ലാവരും ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹലോ മെഡേ. സോ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തിട്ടുള്ളൊക്കെ റീഡിംഗ് ആണ്, പൈൽ 2ൻ്റെ റീഡിംഗ് ആണ്. സോ ഈ റീഡിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, കറൻ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള എന്തെല്ലാം തോട്ട്സ് അവിടെ മനസ്സിലുണ്ട്, ഫീലിങ്സ് എന്തൊക്കെയുണ്ട്, അതുപോലെ കറൻ്റ് നിങ്ങൾക്ക് ഇരിക്കുന്ന
ബ്ലോക്ക്സ്, അതായത് തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്ന് ഹിഡൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിരിക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്ന പാസ്റ്റ് എനർജി റിലേറ്റഡ് ആയിട്ട് റീഡിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത്. സോ പാസ്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ആദ്യം ഫ്രണ്ട്സായിട്ടായിരിക്കാം എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് തുടക്കത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് പ്രണയത്തിലേക്ക് പോവുകയല്ല ചെയ്ത് നിങ്ങൾക്കിടയിൽ ആഴത്തിലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നായിരിക്കാം, നിങ്ങൾക്ക് ആഴത്തിൽ നിങ്ങൾക്കിടയിൽ സൗഹൃദം ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു പരിചയം ഉണ്ടായിരുന്നായിരിക്കാം. ഈ ഒരു പരിചയം, ഈ ഒരു സ്നേഹം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പാണ് വളർന്ന് ഒരുപാടായപ്പോഴേക്ക് നിങ്ങളുടെ ഒരു പ്രണയം ഫീലിങ്സ് വരികയും പിന്നെ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തതായിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ ഇത് മ്യൂച്വൽ ലവ് ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന എനർജി കാണുന്നില്ല. അതായത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുള്ളതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് പേരുടെ എനർജി നോക്കുന്ന സമയത്ത് ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള പ്രണയമായിട്ട് കാണുന്നുണ്ട്. അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളിപ്പം ഫാമിലിയായിട്ട് ജീവിക്കുന്നവരായിരിക്കാം. ഇവിടെ ജെൻഡർ ബേസ്ഡ് റീഡിങ് നമ്മൾ ചെയ്യാറില്ല. സോ ഇവിടെ ഫാമിലിയായിട്ട് ജീവിക്കുന്നവർ കാണുമായിരിക്കും. ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾ പരിചയപ്പെടുകയും ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് ആദ്യം പരിചയം വന്നു, പിന്നെ നിങ്ങൾ ഈ പേഴ്സണായിട്ട് പ്രണയത്തിലായിരിക്കുന്നു എന്നൊരു എനർജി കാണുന്നത്. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇവിടെ മ്യൂച്വലായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നിയിരിക്കുന്നത് കാണാം. അതേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം, നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിത് ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു പ്രണയമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. അതായത് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഇമോഷണലായിട്ടൊരു ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഒരുപാട് രീതിയിൽ കണക്റ്റ് ആയിരിക്കുന്നു, ഡീപ്പായിട്ട് കണക്ഷൻ തോന്നിയിരിക്കുന്ന എനർജിയും ഭയങ്കര ഡീപ്പായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഈ ഒരു വ്യക്തിയോട് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിൻ്റെ പേരിലാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോകാൻ റീസണായിട്ട് ഇവർ വരികയും ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ നല്ല രീതിയിൽ ഈഗോ ഉണ്ടായിരുന്നു. ഈ ഒരു ഈഗോട് വെച്ചിട്ട് നിങ്ങൾക്ക് തമ്മിലൊരു ക്ലാഷ് വഴക്കുണ്ടായ സമയത്ത് നിങ്ങൾ ഹേർട്ടാവുന്ന രീതിയിൽ, അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അത് നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് ഒരു ബ്രേക്കപ്പ് ഒട്ടും ആവശ്യമുള്ളതായിരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഈഗോയ്ക്ക് കൂടുതലായതുകൊണ്ടാണ് അത് അത്രയൊരു ബ്രേക്കപ്പ്, ഒരു നോ കോണ്ടാക്റ്റ് എന്ന സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതായിട്ട് ഇവിടെ കാർഡ്സ് കാണുകയും ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള കാണുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടും ഉണ്ടായിരിക്കാം. ഈ ഒരു ഡൗട്ടിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഇവിടെ കാർഡ്സിൽ നിന്ന് വരികയും ചെയ്യുന്നതും. അതായത് പൂർണ്ണമായിട്ടും വ്യക്തി നിങ്ങളെ റിജക്റ്റ് ചെയ്ത് അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി, ഇനി ഒരിക്കലും ഒരു ചാൻസ് കൊടുത്താൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നോക്കുന്ന എനർജിയിലും അവർക്കൊരു ചാൻസ് കൊടുത്താൽ ഉറപ്പായിട്ട് അവർ തിരിച്ചു വരികയും അവർക്ക് ഒരുപാട് മാറ്റത്തോടെ ആയിരിക്കും. അതായത് നിങ്ങൾ ഇത്രയും നാളും കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തി ആയിരിക്കത്തില്ല, പുതിയൊരു വ്യക്തി എന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് ലോൺലെസ് ആണ്. അതായത് ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ പോലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഫാമിലി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു എംപ്റ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അതായത് അവരെ സ്നേഹിക്കാൻ ആരുമില്ല, അവരെ മനസ്സിലാക്കാൻ ആരുമില്ല, നിങ്ങളുടെ പ്രസൻസ് അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ എംപ്റ്റിനെസ് അല്ലെങ്കിൽ ലോൺലെസ് ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. നിങ്ങളില്ലാത്ത സമയത്താണ് അവർക്ക് ഇത്രയും അധികം ഒരു കൺഫ്യൂഷൻ എനർജി എല്ലാം ഫീൽ ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങളിനി എങ്ങനെ അവർ ട്രസ്റ്റ് ചെയ്യും? കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്, പാസ്റ്റിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിനി എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? നിങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് ഡൗട്ടും ഉണ്ട്, ഫിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷണൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു ചെറിയ മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആളൊരു തിരിച്ചറിവായിരിക്കത്തില്ല, അത് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുന്നൊരു തിരിച്ചറിവ് എന്ന രീതിയിലായിരിക്കത്തില്ല. പക്ഷേ നിങ്ങളിലേക്കൊരു ഷോർട്ടായിട്ടൊരു ഹായ് ഹലോ എന്ന രീതിയിൽ ഒരു മെസ്സേജ് വരാനുള്ള ചാൻസസ് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഒരു ഇൻട്രാക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം എങ്ങനെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഹായ് ഹലോ ആയിരിക്കാം, അത് ഷോർട്ടായിട്ടൊരു മെസ്സേജ് ആയിരിക്കാം. ചിലപ്പം വന്നിട്ട് അവർ വീണ്ടും ഗോസ്റ്റിംഗ് എന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥയും ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു ചാൻസസ് ഇവിടെ ഉണ്ട്. അതേപോലെ നിങ്ങൾക്കിടയിൽ റീകൺസിലേഷനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും അതിലൊരു തീരുമാനം എടുക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളിപ്പം ഒക്കെ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി ഇതിലൊരു വ്യക്തമായ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറപ്പായിട്ടും റീകൺസിലേഷൻ പോസിബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു റീകൺസിലേഷൻ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. റീകൺസിലേഷൻ നടന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിരിക്കും. അതായത് ആൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, പക്ഷെ കുറച്ച് ഡിലേ ആയിരിക്കും. നിങ്ങൾ ഇനിയും നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരുപാട് കാത്തിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റെമഡീസും മറ്റ് കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് മെയിനായിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ബ്ലോക്കേജും കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ വലിയ ഡീപ്പായിട്ടൊരു രീതിയിൽ കാണുന്നില്ല. സോ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ മാത്രമാണ്. സോ നമുക്കിതിൽ സ്പെല്ല് ചെയ്യുന്നതിലൂടെ ഈ ഒരു എനർജി ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ആളിൽ നിന്നൊരു പുൾ ഔട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഇൻറ്റൻഷനലി അത് തോന്നിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്പെല്ല് ചെയ്യുകയെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇവിടെ റിസൾട്ട് വരുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന സ്റ്റക്ക് ഫീലിങ്ങിലാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവർ മനസ്സിൽ നിങ്ങളിലേക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ചിന്ത വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ആ ഒരു ചിന്ത വരും എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ബ്ലോക്കേജ് ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് മനസ്സിലേക്ക് ഒരു ഫുൾ എനർജി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അവർ വരുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് ഡീപ്പായിട്ട് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എനർജി കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവർ ആ ഒരു എനർജി ഉണ്ടെങ്കിൽ പോലും ഇമോഷണലായിട്ട് വാക്കവേ ചെയ്തിരിക്കുന്ന ലെറ്റ് ഗോ ചെയ്തിരിക്കുന്ന എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളിവിടെ സ്പെല്ലിലൂടെ തന്നെ അവർക്കൊരു പ്രഷർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് അടുത്ത് വരും, ഉറപ്പായിട്ടും വരും എന്നൊരു എനർജി തന്നെയാണ് ഒരു പോസിറ്റീവായിട്ടാണ് കാണിച്ചത് ഇൻഡിക്കേറ്റും ചെയ്യുന്നുണ്ട്. സോ കറൻ്റ്ലി അവൾ ബ്ലോക്ക് വന്നിട്ടില്ല. പക്ഷേ ഇനി മേ ബി ഫ്യൂച്ചറിൽ വരാൻ ചാൻസുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ഫാമിലി അല്ലെങ്കിൽ റിലീജിയസ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടും രണ്ട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ബ്ലോക്ക് വരാൻ വേണ്ടി സാധ്യത ഫ്യൂച്ചറുള്ളതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പൈൽ 2 ചൂസ് ചെയ്തിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആയിട്ട് നിങ്ങളത് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പേഴ്സൺ റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് എനർജീസ് ഒക്കെ തന്നെ നിങ്ങൾ ലൈഫിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമൻറ്റ് താല്പര്യമുള്ളവർ, അതായത് ഈ റീഡിംഗ് റെസണേറ്റ് ആയിട്ടുള്ളവർ എല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ റീഡിംഗ് ക്ലോസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് സെക്ഷനിലോ പേഴ്സണലായിട്ട് നമ്പർ ചെയ്തിട്ടോ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. സ്പെല്ലിനെ കുറിച്ചോ മന്ത്രാസിനെ കുറിച്ചോ അതേപോലെ സ്വിച്ചേഴ്സിനെ കുറിച്ചൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ റീഡിങ് ക്ലോസ് ചെയ്യാണ്. വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു.